സർവശക്തനായ പിതാവും Amen.
Amen.
പിതാവേ, നമ്മുടെ ലോകം മുഴുവൻ മേൽ കരുണയുണ്ടാകണമേ.
പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ ഈശോയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ച ചെയ്തു. ഈശോയുടെ അതിദാരുണമായ
ഇവിടെ മാസത്തിന്റെ ആദ്യ ശനിയാഴ്ചയും മൂന്നാമത്തെ ശനിയാഴ്ചയും സങ്കീർത്തനം ആലപിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന ഉണ്ടാകും. ഈശോനെ എടുത്തുവെച്ച് സങ്കീർത്തനം പാരായണം ഉണ്ടാകും. കുർബാന ഉണ്ടാകും. രാവിലെ 10 മണി മുതൽ 12:30 വരെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാസത്തിന്റെ ആദ്യ ശനിയാഴ്ചയും മൂന്നാമത്തെ ശനിയാഴ്ചയും ഇവിടെ വചനം വായിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് സൗഖ്യപ്പെടുത്തലുണ്ടാകും. അപ്പോൾ വരാൻ താല്പര്യം വരിക, അവരുടെ സങ്കീർത്തനം ആലപിക്കും. അങ്ങോട്ട് മാറി മാറി നമ്മുടെ സങ്കീർത്തനം ആലപിക്കും. ആരാധന എടുത്തിരിക്കും, അങ്ങനെ സങ്കീർത്തനം ആലപിക്കും. അവസാനം കുർബാന ഉണ്ടായിരിക്കും. എല്ലാ മാസത്തിന്റെയും ആദ്യ ശനിയാഴ്ചയും മൂന്നാമത്തെ ശനിയാഴ്ചയും. രണ്ടാമത്തെ ശനിയാഴ്ച പിന്നെ ബുധനാഴ്ച പതിവ് പോലെ നമ്മുടെ ഈ സൂക്ഷ്മ ഉണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായും പരമാവധി വരാൻ പരിശ്രമിക്കുക, എല്ലാവരും അറിയുക. അതുപോലെ തന്നെ ഇവിടെ താമസിച്ചുള്ള ധ്യാനം 10 പേർക്ക് മാത്രം താമസിക്കാനുള്ള അവസരം
കൊടുക്കുന്നുണ്ട്. അത് പ്രാർത്ഥിക്കണം. അത് അതിനുവേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന സഹായം ആവശ്യമാണ്. അതുപോലെ തന്നെ അടുത്ത ശുശ്രൂഷ വരുമ്പോൾ നിങ്ങൾ കഴിയുമെങ്കിൽ എല്ലാ ദിവസവും ഒരു ജപമാല ചൊല്ലാൻ ശ്രമിക്കുക. എല്ലാ നമുക്കറിയാം ഇത്രയും ഒരുപാട് ചെലവുണ്ട് ഇവിടെ നടത്താനായി. നമ്മൾ ചെയ്യുന്നത് നമുക്ക് വേണ്ടിയാണ്, എല്ലാവർക്കും വേണ്ടിയാണ്. അപ്പോൾ ആള് കുറയുമ്പോൾ അതിനനുസരിച്ചുള്ള വിഷമമുണ്ട്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് വേണം ആൾക്കാരെ തടസ്സം മാറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഒരു മുതൽ എല്ലാ ദിവസവും ഒരു മൊത്തമെങ്കിലും നമ്മുടെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇവിടെ വരുന്ന ഓരോ കാര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം, അപേക്ഷിക്കുകയാണ്. ഓർമ്മിക്കുകയാണ്, മാസത്തിന്റെ ആദ്യ ശനിയാഴ്ചയും മൂന്നാമത്തെ ശനിയാഴ്ചയും രാവിലെ 10 മണി മുതൽ 12:30 വരെ സങ്കീർത്തനം ആലപിക്കുകയും പിന്നെ അവസാനം കുർബാനയും ഉണ്ടായിരിക്കുന്നതായിരിക്കും.